നവോത്ഥാനം സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് തീരുമാനം സംഭവിച്ച ഒരു പദമായി മാറിയിരിക്കുകയാണ്. നവോത്ഥാനം കേവലമായ അക്ഷരവായനയല്ല, ആശയങ്ങളുടെ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്ന സമൂലമായ പരിവർത്തനത്തിൻ്റെയും പടഹധ്വനി മുഴക്കുന്ന വിസ്മയകരമായിട്ടുള്ള സമീപനവും ഇടപെടലുകളുമാണ് നവോത്ഥാനം. കാലത്തിൻ്റെ തിരിച്ചറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ആകത്തുകയാണ് നവോത്ഥാനം. ആശയങ്ങളും ദർശനങ്ങളും സമീപനങ്ങളും പ്രായോഗികമായിട്ടുള്ള നിലപാടുകളും സമ്മിശ്ര സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ രൂപപ്പെടുന്ന പ്രത്യേക സാമൂഹിക സാഹചര്യമാണ് നവോത്ഥാനം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സ്നേഹത്തിൻ്റെയും മാനവമൈത്രിയുടെയും അനന്യ മാതൃകകളാൽ സമ്പന്നമായ ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെയും ഈ മൊയ്തു മൗലവിയുടെയും വാഗ്ബടാനന്ദിന്റെയും കേളപ്പജിയുടെയും പ്രവർത്തന മണ്ഡലമായിരുന്ന കോഴിക്കോട് സാമൂതിരിയുടെയും കുഞ്ഞാലിമരക്കാരുടെയും മഹിതമായ ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് 2019 ഫെബ്രുവരി 9 കേരള നവോത്ഥാന സമ്മേളനം നടക്കുകയാണ്. കേരളത്തിന്റെ ഇതപര്യന്തമുള്ള സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക, ധാർമ്മിക, വിശ്വാസ രംഗത്തെ വിപ്ലവാത്മകമായ മുന്നേറ്റത്തിനു പിന്നിൽ പ്രവർത്തിച്ച ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് പുതുചരിതം രചിക്കാൻ ഫെബ്രുവരി 9 വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള നവോത്ഥാന സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹോഷ്മളമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലത്തിലെ പ്രമുഖർ സംബന്ധിക്കുന്ന കേരള നവോത്ഥാന സമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.